നമസ്കാരം. വിശാഖ നക്ഷത്രക്കാർക്ക് ഈ മേടവിഷു മുതൽ അടുത്ത വിഷുക്കാലം വരെയുള്ള 12 മാസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും, എന്തെല്ലാം നേട്ടങ്ങൾ വരും, എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ, അവരുടെ ജീവിത നേട്ടത്തിന് വേണ്ടി, ഐശ്വര്യവർദ്ധനവിന് വേണ്ടി എന്തൊക്കെ പരിഹാരങ്ങളാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമ്മൾ പൊതുവായ ഫലങ്ങൾ നോക്കുമ്പോൾ വിശാഖ നക്ഷത്രക്കാർക്ക് 2026 ഒരു പരിവർത്തനത്തിൻ്റെ വർഷമാണ്. അതായത് വിജയത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ വിശാഖ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വിഷു വർഷം. പ്രത്യേകിച്ച് ജൂൺ മാസത്തിന് ശേഷം വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക്, അതിൻ്റെ ഉച്ചരാശിയിലേക്ക് മാറുന്നതോടുകൂടി വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നെത്തുകയാണ്. പ്രധാന മേഖലകളിലെ ഫലങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികപരമായി കഴിഞ്ഞ കുറച്ച് കാലമായി നിലനിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവുണ്ടാകും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കുന്നതിനും പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് കണ്ടെത്തുവാനും സാധിക്കും. അതേസമയം ജൂണിന് ശേഷം ധനവരവ് വളരെ കൂടുമെങ്കിലും അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കാതിരിക്കുവാൻ ഇവരൊന്ന് ശ്രദ്ധിക്കുക കൂടി വേണം. കൂടാതെ റിസ്ക് കൂടുതലുള്ള നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കണം. കരിയറിലും ജോലിയിലും ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിഷുവിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. ശ്രദ്ധിക്കേണ്ടത് സഹപ്രവർത്തകരുമായി, മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില നിയമപരമായ തടസ്സങ്ങൾ വന്നേക്കാം, പക്ഷേ അത് ജൂൺ മാസത്തിന് ശേഷം പരിഹരിക്കപ്പെടും. വിദ്യാഭ്യാസ കാര്യത്തിൽ പഠനത്തിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും. എങ്കിലും ഏകാഗ്രത നിലനിർത്താൻ കൂടുതൽ പരിശ്രമം നിങ്ങൾക്ക് ആവശ്യമാണ്. കുടുംബപരമായി നോക്കിക്കഴിഞ്ഞാൽ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്ന കാലം കൂടിയാണ്. ഇത്രയുമാണ് നമ്മൾ ഈ 12 മാസങ്ങളിലെ ഒറ്റ നോട്ടത്തിലുള്ള വിശാഖ നക്ഷത്രത്തിൻ്റെ പൊതുഫലം. ഇനി നമുക്ക് ഓരോ മാസവും എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് നോക്കാം. ഈ മേടമാസം, അതായത് ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള കാലഘട്ടമാണ് മേടമാസം. ഈ മേടമാസത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്ന സമയമാണ്. സാമ്പത്തികമായി വിശാഖ നക്ഷത്രക്കാർക്ക് ഒരു വലിയ കുതിച്ചു ചാട്ടം തന്നെ തീർച്ചയായും പ്രതീക്ഷിക്കാം. പുതിയ പദ്ധതികൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിപ്പോഴാകാം, നല്ല സമയമാണ്. സാമ്പത്തിക നില തീർച്ചയായും ഭദ്രമായിരിക്കും. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ മേടമാസം. വീട്, വാഹനം തുടങ്ങിയവ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള ശ്രമം തുടങ്ങാൻ പറ്റിയ സമയമാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകൾക്കും നിങ്ങൾക്ക് നല്ല സമയമാണ്. വീട് നവീകരണത്തിനോ അല്ലെങ്കിൽ പുതുതായി ഒരു ഭവനം നിർമ്മിക്കുന്നതിനോ ഉള്ള യോഗമുണ്ട്. ശ്രദ്ധിക്കാനുള്ളത്, ധൃതിപ്പെട്ട് വളരെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും നിങ്ങൾ ഈ മേടമാസത്തിൽ എടുക്കരുത്. എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ ഒരു ആലോചന വേണം. ശരിയായി കാര്യങ്ങൾ പഠിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം ഈ മേടമാസത്തിൽ. ഇടവം മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് അനുഭവത്തിൽ വരുന്നതെന്ന് നോക്കാം. അതായത് മെയ് മാസത്തിൻ്റെ പകുതി മുതൽ ജൂൺ മാസത്തിൻ്റെ പകുതി വരെയാണ് ഈ ഇടവം മാസം എന്ന് പറയുന്നത്. പൊതുവെ യാത്രാക്ലേശം അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഇടവം മാസം. അതായത് നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കെല്ലാം സാധ്യതയുണ്ട്. വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റവും വാക്കുകളുമെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. ധനപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് ഇടവമാസം. വരുമാനം ധാരാളം വർദ്ധിക്കും, പക്ഷേ അപ്രതീക്ഷിതമായ ചില ചിലവുകളും വന്നേക്കാം. അത് നിങ്ങൾ കരുതി മുന്നോട്ട് പോകണം. നിങ്ങൾ ഒരു വാഹനം വാങ്ങുവാൻ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ
അതിന് ആവശ്യമായ ലോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വായ്പകളോ ഒക്കെ ലഭിക്കുവാനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ ഒരു വീട് പണിയുവാനോ ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ്. അതിനൊക്കെയുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാകുവാനും വളരെ സാധ്യതയുണ്ട്. ജോലിഭാരം പൊതുവെ കുറച്ച് കൂടും ഈ ഇടവ മാസത്തിൽ. പക്ഷേ അതിനുള്ള അംഗീകാരവും പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കും. നല്ല രീതിയിൽ കഠിനാധ്വാനത്തിന് നല്ല രീതിയിൽ സാമ്പത്തികപരമായ നേട്ടം ഉണ്ടാകുന്ന മാസമാണ് ഇടവമാസം. ഇനി മിഥുനമാസം എങ്ങനെയാണ് വിശാഖ നക്ഷത്രക്കാർക്ക് എന്ന് നോക്കാം. മിഥുനമാസം എന്നത് ജൂൺ മാസത്തിൻ്റെ പാതി മുതൽ ജൂലൈ മാസത്തിൻ്റെ പാതി വരെയാണ്. വ്യാഴമാറ്റം സംഭവിക്കുന്ന ഈ മാസം വിശാഖ നക്ഷത്രത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായും ഈ സമയത്ത് വർദ്ധിക്കും. വ്യാഴം അനുകൂലമാകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളുമൊക്കെ ഈ ജൂൺ ജൂലൈ അതായത് മിഥുന മാസത്തിൽ ലഭിക്കും. ലോട്ടറി, ചിട്ടി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ധനനേട്ടത്തിന് സാധ്യതയുള്ള ഒരു കാലമാണ് ഇത്. വീട് പണിയാൻ, അത് വീട് പണി പൂർത്തിയാക്കി താമസം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നാളിതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമാകുന്ന ഒരു സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും, ഉറച്ച തീരുമാനങ്ങളുണ്ടാകും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വ്യാഴമാറ്റത്തിന് ശേഷമുള്ള സമയം വളരെ നല്ലതാണ്. ധനപരമായി നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒട്ടേറെ വർദ്ധിക്കുന്ന സമയത്തിൻ്റെ തുടക്കമാണ് ഈ മിഥുനമാസം. അതുകൊണ്ട് തന്നെ നിങ്ങളെ സാമ്പത്തികമായി അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മിഥുന മാസത്തോടുകൂടി, അതായത് ജൂൺ ജൂലൈ മാസത്തോടു കൂടി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ഉണ്ടായി തുടങ്ങും. ഇനി കർക്കിടക മാസം വിശാഖ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ജൂലൈ മാസത്തിൻ്റെ പാതി മുതൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി വരെയാണ്. മാനസിക സന്തോഷവും കുടുംബസുഖവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒക്കെ ഈ സമയത്ത് വാങ്ങുവാനായി സാധിക്കും. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ കർക്കിടകം. നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള അംഗീകാരമോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പാരിതോഷികങ്ങളും ഒക്കെ ലഭിക്കുന്ന കാലം കൂടിയാണ്. വാഹനങ്ങളിൽ നിന്നുള്ള നേട്ടം, അതായത് വാഹന വ്യാപാരമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിച്ചോ ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വാഹനങ്ങളിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്ന ഒരു കാലം കൂടിയാണ്. പഴയ വാഹനം മാറ്റി ഒരു പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ട്. വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുന്ന ഒരു കാലമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ തക്ക സമയത്ത് തന്നെ ചികിത്സ നേടണം. അത് നീട്ടിക്കൊണ്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ചിങ്ങമാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് അനുഭവത്തിൽ വരുന്നത് എന്നാണ് നോക്കുന്നത്. സാമൂഹികപരമായി അംഗീകാരം ലഭിക്കുന്ന ഒരു മാസമാണ് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. നിങ്ങൾ പെരുമാറുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ ചുറ്റുമുള്ളവർ തീർച്ചയായും അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ധനപരമായി പിതൃസ്വത്ത് ലഭിക്കുവാനോ കുടുംബസ്വത്തിൻ്റെ ഭാഗം ലഭിക്കുവാനോ ഒക്കെ സാധ്യതയുണ്ട്. കൂടാതെ ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. നിങ്ങൾ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നിർണായകമായ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. അതിനു വേണ്ടുന്ന ബാങ്ക് ലോണുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വായ്പകൾ എളുപ്പത്തിൽ അനുവദിച്ച് കിട്ടുന്ന ഒരു സമയമാണ്. ബിസിനസ് വിപുലീകരിക്കുവാൻ അനുയോജ്യമായ സമയമാണ്. അത് കൂടാതെ തന്നെ തൊഴിൽ രംഗത്തും ഈ ചിങ്ങമാസത്തിൽ വളരെ വലിയ നേട്ടമാണ് വരുന്നത്. അതായത് ഓഗസ്റ്റ് പാതി മുതൽ സെപ്റ്റംബർ പാതി വരെയുള്ള കാലഘട്ടത്തിൽ ബിസിനസ് വിപുലീകരിക്കുവാനും നിങ്ങളുടെ തൊഴിൽ രംഗം അഭിവൃദ്ധിപ്പെടുവാനും വളരെ സാധ്യത കൂടുതലാണ്. പഴയ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികളെ, ബന്ധുജനങ്ങളിലുള്ളവരായാലും ശരി, അത്തരക്കാരെയൊക്കെ നിങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടുവാനും നിങ്ങളുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും പുതുക്കുവാനും കഴിയുന്ന ഒരു സമയമാണ് ചിങ്ങം. മാനസികപരമായി നിങ്ങൾക്ക് മൊത്തത്തിൽ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരുന്നത്. അടുത്തത് കന്നിമാസമാണ്. സെപ്റ്റംബറിൻ്റെ പാതി മുതൽ ഒക്ടോബറിൻ്റെ പാതി വരെയാണ് ഈ കന്നിമാസം എന്ന് പറയുന്നത്. ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു മാസമാണ് കന്നിമാസത്തിൽ. പക്ഷെ നിങ്ങൾക്കതിനെ ബുദ്ധിപൂർവ്വം മറികടക്കാനും കഴിയും. സാമ്പത്തികപരമായി നിങ്ങളുടെ ഇടപാടുകളിൽ കൃത്യത പാലിക്കുകയാണ് പ്രധാനമായി ചെയ്യേണ്ടത്. ആർക്കും ജാമ്യം നിൽക്കരുത്. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിലും ചെന്ന് ഇറങ്ങരുത്.
എഗ്രിമെൻറ്റുകൾ അഥവാ ഉടമ്പടികളൊക്കെ ഒപ്പുവെക്കുമ്പോൾ അത് കൃത്യമായി വായിച്ച് നോക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ അത് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഒപ്പുവെക്കാവൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്രദമല്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ സംശയം തോന്നുന്ന ഒരു പദ്ധതികളിലും നിങ്ങൾ ഒപ്പുവെച്ച് അല്ലെങ്കിൽ ജാമ്യം നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് നഷ്ടം വരും. ധനപരമായിട്ടും മാനസികമായും നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ്. അത് കന്നിമാസത്തിൽ വിശാഖ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത വേണം. ചെറിയ അറ്റകുറ്റപ്പണികൾ വാഹനത്തിന് ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. അലക്ഷ്യമായി വാഹനം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിന് പണി വരും. അത് മാത്രമല്ല ചെറിയ തട്ടോ മുട്ടോ ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വാഹനങ്ങളുടെ രേഖകളും കൃത്യമായി ഈ സമയത്ത് സൂക്ഷിച്ചു വയ്ക്കണം. അനാവശ്യമായ ചെലവുകൾ ധാരാളം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കന്നിമാസം. ചെലവുകൾ നിങ്ങൾ നിയന്ത്രിക്കുവാനായി നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശത്രുശല്യം കുറച്ചൊക്കെ ഉണ്ടാകുമെങ്കിലും അത് താരതമ്യേന കുറഞ്ഞു പോകും. നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ ശത്രുശല്യം നിങ്ങളെ ബാധിക്കാതെ തന്നെ കടന്നു പോകും. അതേസമയം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അനാവശ്യമായി ചാടിക്കയറി അതിലിടപെട്ട് കൂടുതൽ വഷളായി കഴിഞ്ഞാൽ ശത്രുശല്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. ശരിക്കും കന്നിമാസത്തിൽ നിങ്ങളൊന്ന് നിതാന്ത ജാഗ്രതയോടുകൂടി പോയി കഴിഞ്ഞാൽ വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. സാമ്പത്തികപരമായും കുടുംബപരമായിട്ടും ഒക്കെ ഭദ്രമായി തന്നെ കാര്യങ്ങൾ പോകുന്ന സമയമാണ്. ഇനി തുലാം മാസം എങ്ങനെയാണ്? ഒക്ടോബറിൻ്റെ പാതി മുതൽ നവംബറിൻ്റെ പാതി വരെയാണ് ഈ തുലാം മാസം വരുന്നത്. മനസ്സിന് ധാരാളം സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കുവാനും അത്തരം സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ഇടയാക്കുന്ന ഒരു നല്ല മാസമാണ് തുലാം മാസം. വിശാഖ നക്ഷത്രക്കാർക്ക് മാനസികമായി ഒട്ടനവധി സന്തോഷകരമായ അനുഭവങ്ങൾ അവരുടെ തൊഴിലിടങ്ങളിലും സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ലഭിക്കും. വിദേശ യാത്രയ്ക്ക് യോഗമുള്ള ഒരു സമയം കൂടിയാണ് തുലാമാസം. വിശാഖ നക്ഷത്രക്കാരുടെ അതായത് തുലാക്കൂറുകാരുടെ ജന്മമാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് നല്ല ഫലങ്ങൾ കൂടിയിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നല്ല ഫലങ്ങൾക്കാണ് വളരെ കൂടുതലായുള്ള സാധ്യത. പുതിയ വരുമാന മാർഗങ്ങൾ തീർച്ചയായും വഴിതെളിയുന്ന സമയമാണ്. മുൻപ് നിങ്ങൾ നിക്ഷേപിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നും ലാഭം, അതായത് നിങ്ങൾ ഏതെങ്കിലും കമ്പനികളിലോ വസ്തുവകകളിലോ വാഹനത്തിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് തുലാമാസം. ലക്ഷറി വാഹനങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള യോഗമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പണം ചെലവിടുകയും അത് അനുഭവത്തിൽ വരികയും ചെയ്യുന്ന സമയം കൂടിയാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തൊഴിൽ രംഗത്ത് കൂടുതലായി ഏറ്റെടുക്കേണ്ടി വരും. കഠിനമായ അധ്വാനവും ആവശ്യമായി വരും. പക്ഷേ നിങ്ങളുടെ നിതാന്ത ശ്രമം അതിൽ വിജയത്തിലെത്തുകയും തുലാം മാസത്തിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം, സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഇനി വൃശ്ചിക മാസം, അതായത് നവംബർ മാസത്തിൻ്റെ പാതി മുതൽ ഡിസംബർ മാസത്തിൻ്റെ പാതി വരെ, അതായത് 2026 നവംബർ മാസത്തിൻ്റെ പാതി മുതൽ 2026 ഡിസംബർ മാസത്തിൻ്റെ പാതി വരെ പ്രയത്നങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് വൃശ്ചിക മാസം. ധനപരമായിട്ട് കടബാധ്യതകൾ തീർക്കാൻ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. മുൻകാലങ്ങളിലെ നിങ്ങളുടെ ബാധ്യതകൾ തീർത്തു പോകുവാനുള്ള ഒരു സാമ്പത്തികമായ വലിയ ആശ്വാസമാണ് ഈ വൃശ്ചിക മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് വരുവാൻ പോകുന്നത്. വരുന്ന പണം നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക. അനാവശ്യമായി ധൂർത്തടിച്ച് കളയാതെ നിങ്ങൾ അടയ്ക്കുവാനുള്ള ലോൺ അല്ലെങ്കിൽ കൊടുത്തു തീർക്കാനുള്ള കടം അതെല്ലാം മുൻഗണനാ അടിസ്ഥാനത്തിൽ കൊടുത്തു തീർക്കുക തന്നെ ചെയ്യുക. പുതിയ വീട് വാങ്ങുന്നതിനോ അഡ്വാൻസ് നൽകുന്നതിനോ അനുകൂലമായ അല്ലെങ്കിൽ അതിനൊക്കെ സാധ്യത ഏറി നിൽക്കുന്ന ഒരു മാസം കൂടിയാണ് വൃശ്ചിക മാസം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മത്തിൽ നേതൃത്വ സ്ഥാനം വഹിക്കുവാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ലഭിക്കും. കർമ്മരംഗത്ത് തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാലമാണ് വൃശ്ചിക മാസം. നിങ്ങളുടെ തൊഴിൽ മേഖല ഏതായാലും ശരി തന്നെ, ഔദ്യോഗിക രംഗമോ അല്ലെങ്കിൽ സ്വയം തൊഴിലോ ബിസിനസ്സോ ഏതായാലും ആ മേഖലയിൽ നിങ്ങൾക്ക് നല്ല തിരക്ക്, അതായത് വലിയ ബിസിനസ്സുകൾ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് സ്വാഭാവികമായി നിങ്ങൾ വളരെ കർമ്മനിരതനായിരിക്കുന്ന, തിരക്കിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ആ തിരക്കിൻ്റെ പരിണിതഫലമായി നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ വീട് അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ വാങ്ങുവാൻ അല്ലെങ്കിൽ സ്വന്തമാക്കുവാനും പറ്റുന്ന ഒരു മാസമാണ് ഈ വൃശ്ചിക മാസം. ഇനി ധനുമാസം, അതായത് ഡിസംബർ മാസത്തിൻ്റെ 2026 ഡിസംബർ മാസത്തിൻ്റെ പാതി മുതൽ 2027 ജനുവരിയുടെ പാതി വരെയുള്ള സമയമാണ് ധനുമാസം. ധനുമാസത്തിൽ
വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു മാസമാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. നിങ്ങൾ ഇറങ്ങുന്ന കാര്യം മംഗളകരമായി തന്നെ അവസാനിക്കും. അതുകൂടാതെ തന്നെ സാമ്പത്തിക ഭദ്രത, അത് വിവാഹത്തിലൂടെയോ മറ്റു മേഖലകളിൽ നിന്നോ നല്ലൊരു സാമ്പത്തിക ഭദ്രത കൂടി കൈവരുന്ന മാസമാണ് ഈ ധനുമാസം. ദൂരയാത്രകളിൽ നിന്ന്, അത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകളായിരിക്കാം ചെയ്യേണ്ടി വരുന്നത്. അവയിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം ലഭിക്കും. അത് കൂടാതെ തന്നെ തീർത്ഥയാത്രകൾക്കും പുണ്യകർമ്മങ്ങൾക്കുമൊക്കെ, അങ്ങനെയുള്ള യാത്രകൾ, അതുമായി ബന്ധപ്പെട്ട യാത്രകൾക്കും അവസരം ലഭിക്കും. കൂടാതെ വീടിനായി പുതിയ ഫർണിച്ചറുകളോ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളോ ഒക്കെ വാങ്ങുവാനുള്ള യോഗമുണ്ട്. വിവാഹം ആഗ്രഹിച്ചിരുന്നവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പ്രണയ വിവാഹത്തിന് പോലും വീട്ടുകാരുടെ സമ്മതം ലഭിക്കുവാൻ കൂടി സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ കാര്യകാരണ സഹിതം നയപരമായി വേണം മുന്നോട്ടിറങ്ങാൻ. വാക്കുതർക്കത്തിനോ ബഹളത്തിനോ പ്രതിഷേധത്തിനോ ഒന്നും ഇറങ്ങാതെ നയപരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പ്രണയബന്ധങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ അംഗീകാരത്തോടു കൂടി വിവാഹത്തിൽ കലാശിക്കുവാനുള്ള യോഗവും വിശാഖ നക്ഷത്രക്കാർക്കുണ്ട്. ഇനി മകരമാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? മകരം എന്നത് 2027 ജനുവരി പാതി മുതൽ ഫെബ്രുവരി മാസം പാതി വരെയുള്ള സമയമാണ് മകരമാസം. കർമ്മരംഗത്ത് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്ന കാലമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് മകരമാസം. നിങ്ങളുടെ കലാപരമായ അല്ലെങ്കിൽ കായികപരമായ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്തുള്ള ഔദ്യോഗിക രംഗത്തുള്ള നിങ്ങളുടെ പ്രാവീണ്യം പ്രകടിപ്പിക്കുവാനുള്ള ഒരു വലിയ അവസരവും അതിന് നിങ്ങൾക്ക് നേട്ടവും അംഗീകാരവും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് മകരമാസം. ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ വലിയ ബിസിനസ് കോൺട്രാക്റ്റുകളോ ലഭിക്കാം. ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ചെയ്യുന്നവർക്ക് വലിയ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനോ അല്ലെങ്കിൽ അതുപോലെ വലിയ ബിസിനസ്സുകളിൽ പങ്കാളിയാകുവാനോ ഒക്കെയുള്ള അവസരം ലഭിക്കും. വലിയ കമ്പനികൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ കോൺട്രാക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സ്ഥാനങ്ങളിലേക്കുള്ള പ്രമോഷൻ ലഭിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഉന്നതമായ ഒരു സ്ഥാനത്തേക്കുള്ള പ്ലേസ്മെൻറ്റോ ഒക്കെ സാധ്യമാകുന്ന സമയമാണ്. പ്രൈവറ്റ് സെക്ടറിൽ നിൽക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അത് സ്വദേശത്തോ വിദേശത്തോ ആകാം. രണ്ടായാലും നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് കഠിനമായി പ്രയത്നിച്ചു കഴിഞ്ഞാൽ, ആ ലക്ഷ്യം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മകരമാസത്തിൽ അതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. കർമ്മരംഗമാണ് മെയിനായിട്ടും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാ പാടവങ്ങളും പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ മകരമാസത്തിൽ ലഭിക്കും. അതിന് അംഗീകാരങ്ങൾ ലഭിക്കും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കായി ഒരു വാഹനം സ്വന്തമാക്കാൻ കഴിയും. നിങ്ങളുടെ വീട്ടിലെ വാഹനമെന്നല്ല, നിങ്ങളുടെ ഓഫീസ് ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ആവശ്യങ്ങൾക്കോ ആയി ഒരു വാഹനം നിങ്ങളുടെ കൈവശം വന്നു ചേരുന്ന സമയം കൂടിയാണ്. മത്സര പരീക്ഷകളിൽ ഉജ്ജ്വലമായ വിജയമാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേടാനായി സാധ്യതയുള്ളത്. നന്നായി പഠിക്കുക, മുന്നോട്ട് പോവുക. യാതൊരു ആശങ്കകളും ഇല്ലാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം തന്നെ ഈ മകരമാസത്തിൽ നേടുവാൻ കഴിയും. ഇനി കുംഭമാസം, അതായത് 2027 ഫെബ്രുവരിയുടെ പാതി മുതൽ 2027 മാർച്ചിൻ്റെ പാതി വരെയുള്ള സമയമാണ് കുംഭമാസമായി കണക്കാക്കുന്നത്. പുതിയ സൗഹൃദങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധങ്ങളിലൂടെ വളരാൻ കഴിയുന്ന ഒരു മാസമാണ് കുംഭമാസം. വിശാഖ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അത് നിങ്ങളുടെ കർമ്മരംഗത്തോ ഔദ്യോഗിക രംഗത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്ത് നിങ്ങളുടെ പ്രൊഫഷണൽ ബന്ധങ്ങളെല്ലാം നല്ല സൗഹൃദങ്ങളിലേക്ക് എത്തുവാൻ വഴി തുറക്കും. ആ സൗഹൃദങ്ങളിലൂടെ തന്നെ വലിയ അവസരങ്ങൾ, പുതിയ ഓപ്പർച്യൂണിറ്റികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സംസ്ഥാനത്തിന് പുറത്തോ രാജ്യത്തിന് പുറത്തോ ഒക്കെ ആകാം. അങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ സഹായത്താൽ വലിയ നേട്ടം, ധനനേട്ടം നിങ്ങൾക്കുണ്ടാകാം. അതായത് ഒരു കൂട്ട് സംരംഭങ്ങൾ തുടങ്ങുവാനോ അല്ലെങ്കിൽ അവരുടെ കൂടി ഉപദേശത്താൽ നിങ്ങൾക്ക് വലിയ ഒരു പ്രസ്ഥാനം ആരംഭിക്കുവാനോ അല്ലെങ്കിൽ വലിയ വലിയ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനോ അവിടെ നിന്നും കോൺടാക്റ്റുകൾ നേടിയെടുത്ത് ധനം സമ്പാദിക്കുവാനോ ഒക്കെ ഈ സൗഹൃദം കുംഭമാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് അനുകൂലമായി വരും. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ വാങ്ങിയിട്ട് വിൽക്കാതെ കിടന്ന വസ്തുക്കൾ നിങ്ങൾക്ക് നല്ല വിലയ്ക്ക് ഈ സമയത്ത്, അതായത് കുംഭമാസത്തിൽ കൈമാറുവാൻ സാധിക്കും. ലാഭം ലഭിക്കും. അതുകൂടാതെ ചെറിയ തുകയ്ക്ക് വാങ്ങിയ വസ്തുക്കൾ
അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ നിങ്ങളുടെ കൈവശം വന്ന് ചേർന്ന് കഴിഞ്ഞിട്ട് അത് വളരെ വലിയ വിലയിൽ നല്ല ലാഭം നൽകിക്കൊണ്ട് പെട്ടെന്ന് തന്നെ വിറ്റ് പോവുകയൊക്കെ ചെയ്യും. ഈ കുംഭമാസത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ അലസത കാണിക്കരുത്. കൃത്യമായ വിശ്രമം, അതായത് നിരന്തര യാത്രകൾ ഈ അടുത്തടുത്ത മാസങ്ങളിൽ തീർച്ചയായും ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. കൃത്യമായി ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുക. കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം, കുംഭമാസം, സൗഹൃദങ്ങൾ വഴി തന്നെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ അവസരങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ പറ്റിയ വലിയ വേദികൾ, അവിടെ നിന്ന് അംഗീകാരം, സാമ്പത്തിക ഗുണം ഒക്കെ തീർച്ചയായിട്ടും ഈ കുംഭമാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നതാണ്. ഇനി അവസാന മാസമായ മീനമാസം നിങ്ങൾക്ക് സമാധാനപരവും സംതൃപ്തപരവുമായ ഒരു മാസമായിരിക്കും. അത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള ഒരു സമാധാനപരമായ ഒരു ജീവിതം, അത് സാമ്പത്തികമായാലും ശരി തന്നെ, കുടുംബപരമായാലും ഔദ്യോഗികപരമായിട്ടായാലും ശരി തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് മീനമാസം. ധനം എന്നത് അടുത്ത വർഷത്തേക്കുള്ള നിക്ഷേപങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകരിക്കും വിധം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. അടുത്ത വർഷം നിങ്ങൾ ധനപരമായ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മീനമാസത്തിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. വസ്തു സംബന്ധമായി നിങ്ങൾക്ക് ആരെങ്കിലുമായി തർക്കങ്ങളോ കേസുകളോ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ രമ്യമായി നിങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു വലിയ ലക്ഷ്യം തീർച്ചയായിട്ടും ഈ സമയത്ത്, ഈ മീനമാസത്തിൽ സഫലമാകും. അത് ഈ വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവ്, ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും. പുതിയ ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് മീനമാസം. തീരുമാനിക്കും അടുത്ത പുതിയ ഒരു മലയാള വർഷത്തിൽ നിങ്ങൾ ആരാകണം, നിങ്ങൾ എന്താകണം, നിങ്ങൾ എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടി എടുക്കണം എന്നുള്ളതിന് തീർച്ചയായും ഈ മീനമാസത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുക്കുവാൻ കഴിയുന്ന ഒരു ഭാഗ്യത്തിൻ്റെ മാസം കൂടിയാണ്. ദോഷപരിഹാരങ്ങളും ചില നിർദ്ദേശങ്ങളും കൂടി പറയാം. നിങ്ങളുടെ ഭാഗ്യത്തിന് എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ഭാഗ്യവർദ്ധനവിന് വേണ്ടി ചെയ്യാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വ്യാഴപ്രീതി വരുത്തുക എന്നതാണ്. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വ്യാഴ ഗായത്രി മന്ത്രം ജപിക്കുന്നതും നിങ്ങൾക്ക് ഉത്തമമാണ്. അതുപോലെ ശനിദോഷത്തിന് പരിഹാരമായി ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് തടസ്സങ്ങൾ മാറുവാനായി സഹായിക്കും. കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നത് ഒരു ശീലമാക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള അത് പറമ്പിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ സമീപത്തേക്ക് മാറ്റിവെക്കുക. അനാഥ മൃഗങ്ങൾക്ക്, തെരുവ് നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുക, വെള്ളം കൊടുക്കുക. അത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുവാനും ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുവാനുമുള്ള തടസ്സങ്ങൾ മാറുവാൻ കാരണമാകും. ദിവസവും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് മാനസികമായ ധൈര്യവും വിജയവും നൽകുവാനും കൂടി ഉപകരിക്കും. ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക. ഇത് പൊതുവായിട്ടുള്ളൊരു ഫലമാണ്. നിങ്ങളുടെ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി ഇതിൽ ചില വ്യതിയാനങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായി നമുക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ടൈമോ ഒക്കെ വേണം. പൊതുവായ ഒരു ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 12 മാസം, അതായത് മേടവിഷു മുതൽ അടുത്ത ഒരു മേടവിഷു വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പൊതുവായി ലഭിക്കുവാൻ വളരെ സാധ്യതയുള്ള ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈശ്വര ചിന്തയോടുകൂടി സൽപ്രവർത്തിയോടുകൂടി കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്ത് ആരെയും ദ്രോഹിക്കാതെ, ഒരു ജീവികളെയും ദ്രോഹിക്കാതെ, നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നല്ല മനുഷ്യരായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജഗദീശ്വരൻ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്ന, എല്ലാവിധ സാമ്പത്തിക നേട്ടങ്ങളും നൽകുന്ന, ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും നൽകുന്ന, തൊഴിലും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ നൽകുന്ന ഒരു നല്ല ഒരു കാലഘട്ടമാണ് ഈ വിഷു വർഷത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് കൈകൾ നീട്ടി ഭക്തിയോടുകൂടി നല്ല നിർമ്മല ഹൃദയത്തോടുകൂടി വാങ്ങുക. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.